നമസ്തേ. ബലാത്സംഗ കേസിൽ 15 ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പാലക്കാടെത്തി വോട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:50 തിരക്കൊഴിഞ്ഞ ശേഷമാണ് രാഹുൽ വോട്ട് ചെയ്യാനെത്തിയത്. എംഎൽഎയുടെ ഔദ്യോഗിക കാറിലാണ് പോളിംഗ് ബൂത്തിന് മുന്നിലെത്തിയത്. കുന്നത്തൂർമേട് സൗത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു രാഹുലിന്റെ വോട്ട്. വോട്ട് ചെയ്തതിനു ശേഷം കുറച്ചു സമയം എംഎൽഎ ഓഫീസിൽ ചിലവിട്ട രാഹുൽ അടൂരിന്റെ വീട്ടിലേക്ക് മടങ്ങി. വോട്ട് ചെയ്യാൻ എത്തുന്നതിന് മുൻപോ ശേഷമോ പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. പൂവൻകോഴിയുടെയും തൊട്ടിലിന്റെയും ചിത്രം ഉയർത്തി പോളിംഗ് ബൂത്തിന് മുന്നിൽ രാഹുലിനെതിരെ വൻ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. കൂകിവിളിയോടെയാണ് ഡിവൈഎഫ്ഐ ബിജെപി പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധിച്ചത്. കേസ് കോടതിയുടെ മുന്നിലുണ്ടെന്നും കോടതി തീരുമാനിക്കുമെന്നും സത്യം പുറത്തു വരുമെന്നും സത്യം ജയിക്കുമെന്നും ആത്മവിശ്വാസമുണ്ടെന്നും പാലക്കാട് തന്നെ ഉണ്ടാകുമെന്നും പ്രതിഷേധത്തിനിടെ കാറിൽ കയറിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ വോട്ട് ചെയ്യാൻ എത്തിയതിനെ തുടർന്ന് കാണ്ടാമൃഗത്തിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. തൊലിക്കെട്ടി അപാരമെന്നും അടിക്കുറിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ഷാഫി രാഹുൽ സൈബർ ഗുണ്ടകൾ കടുത്ത ആക്രമണമാണ് അജയ് തറയിലെതിരെ നടത്തുന്നത്. കോൺഗ്രസുകാരായ സൈബർ ഗുണ്ടകൾക്ക് പുറമെ നിരവധി മുസ്ലിം ലീഗ് സൈബർ ഗുണ്ടകളും അജയ് തറയിലെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എടുത്തു പറയാനാകാത്ത അത്രയും മോശം പരാമർശങ്ങളാണ് അജയ് തറയിലെതിരെ ഈ സൈബർ ഗുണ്ടകൾ നടത്തുന്നത്. ഇതിനു മുൻപും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാമർശങ്ങൾ നടത്തിയ വനിതാ നേതാക്കൾക്കെതിരെ സൈബർ ഗുണ്ടകൾ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഏതാണ്ട് 2 ആഴ്ചത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത്. അതേസമയം ബലാത്സംഗ കേസ് പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റ് ഒഴിയണമെന്ന് അസോസിയേഷൻ അറിയിച്ചു. ഈ മാസം 25-നകം ഫ്ളാറ്റ് ഒഴിയണമെന്ന് കാട്ടി രാഹുലിന് താമസക്കാരുടെ അസോസിയേഷൻ ആവശ്യപ്പെടുകയായിരുന്നു. ഫ്ളാറ്റിൽ താമസിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അസോസിയേഷൻ നോട്ടീസ് നൽകിയത്. ഫ്ളാറ്റ് ഒഴിയാൻ ആവശ്യപ്പെട്ട് അസോസിയേഷൻ രാഹുലിന് നോട്ടീസ് നൽകി. ഈ മാസം 25-നകം ഒഴിയണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. ഫ്ളാറ്റിൽ നിന്ന് ഉടൻ ഒഴിയാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചതായാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. രാഹുലിന്റെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നിരന്തരം പരിശോധന നടത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ഫ്ളാറ്റിലെ താമസക്കാർ പറയുന്നുണ്ട്. ബലാത്സംഗ കേസിൽ വിവിധ തെളിവ് ശേഖരണത്തിനും മറ്റും പരിശോധനകൾക്കുമായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുലിന്റെ ഫ്ളാറ്റിൽ തുടർച്ചയായി എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ഇന്ന് എംഎൽഎ ഓഫീസിൽ എത്തുമെന്നാണ് വിവരം. രണ്ടാം കേസിൽ അറസ്റ്റ് തടഞ്ഞ ഉത്തരവിനെതിരായ അപ്പീലിലെ തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും തുടർ നീക്കം. ലൈംഗികമായി പീഡിപ്പിച്ചെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നും ആരോപിച്ച യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മണ്ഡലത്തിൽ ഇന്നലെ തിരിച്ചെത്തിയത്.